ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു സ്വിച്ചിൽ തന്നെ, അതായത് നമുക്കൊരു 3 പ്ലഗ് ആവശ്യമുണ്ട്. ഒറ്റ സ്ഥലത്ത് തന്നെ 3 പ്ലഗ് അല്ലെങ്കിൽ 4 പ്ലഗ് ആവശ്യമുണ്ട്. ആ സ്ഥലത്ത് നമുക്ക് ഒറ്റ സ്വിച്ച് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ഈ 3 പ്ലഗുകൾ ഓപ്പറേറ്റ് ചെയ്യാം. ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത് ടി വിയുടെ ഏരിയയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കണ്ടോ, നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു DP സ്വിച്ചാണ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വെച്ചിരിക്കുന്നത്. അതായത് ഫേസും കട്ടാവും, ന്യൂട്രും കട്ടാവും. അതായത് നമുക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ ഫേസ് മാത്രമാണ് സാധാരണ 1 വേ സ്വിച്ചിൽ കട്ടാവുള്ളൂ. ഈ DP സ്വിച്ച് വെക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം ഫേസും കട്ടാവും, ന്യൂട്രും കട്ടാവും. ഈ രണ്ട് സെപ്പറേറ്റ് ഔട്ടാണ് വന്നിരിക്കുന്നത്. ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ന് നേരെ അതിൻ്റെ താഴെയാണ് വന്നിരിക്കുന്നത്. അത് നേരെ അവിടെ നിന്ന് ഫേസ്, ന്യൂട്രൽ, എർത്ത് കൺട്രോൾ ചെയ്തിട്ടുള്ള ഫേസ്, ന്യൂട്രൽ, എർത്തിട്ടാണ് വരുന്നത്. അത് എർത്തും ഡയറക്റ്റായിട്ട് വരുന്നു. ഡയറക്റ്റായിട്ട് വന്നതിന് ശേഷം എർത്ത് അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ പ്ലഗുകളിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ജസ്റ്റ് എർത്തിൻ്റെ സിമ്പിൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. എർത്ത് നേരെ വന്നു. അതിനുശേഷം കണ്ടോ വന്നിരിക്കുന്ന ലൈനിൽ കാണിക്കുന്നു. അതിനുശേഷം വന്ന് കറക്റ്റ് ചെയ്ത് എല്ലാ പ്ലഗിലേക്കും സെൻറ്ററിലേക്കാണ് എർത്ത് കറക്റ്റ് ചെയ്ത്. ഇനി നോക്കുന്നത് റൈറ്റ് സൈഡ് ആയിരിക്കണം എപ്പോഴും ഫേസ് കൊടുക്കേണ്ടത്. ഒരു പ്ലഗിൻ്റെ സോക്കറ്റിൻ്റെ എപ്പോഴും റൈറ്റ് സൈഡ് ആയിരിക്കണം ഫേസ് കൊടുക്കേണ്ടത്. അത് ഒരു സ്റ്റാൻഡേർഡാണ്. അത് ഫേസ് നമ്മൾ വരുന്ന DP സ്വിച്ചിൽ നിന്ന് വരുന്ന ഫേസ് നേരെ വന്നിട്ട് റൈറ്റ് സൈഡ്, പ്ലഗിൻ്റെ റൈറ്റ് സൈഡ് വന്നു. അതേ ഫേസിൽ തന്നെ നേരെ എടുത്തിട്ട് രണ്ടാമത്തെ പ്ലഗിൻ്റെ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊടുത്തു. അതിനുശേഷം അടുത്ത സ്ഥലത്തേക്ക് കൊടുത്തു. അതുപോലെ തന്നെ ന്യൂട്രും വന്നതിന് ശേഷം ഒന്നാമത്തെ സോക്കറ്റിലേക്ക് വന്നു. രണ്ടാമത്തെ കണ്ടോ, ലെഫ്റ്റ് സൈഡിലാണ് എപ്പോഴും ന്യൂട്രൽ വരേണ്ടത്. ലെഫ്റ്റ് സൈഡിലെ ആ ഹോളുകളിലാണ് എപ്പോഴും ന്യൂട്രൽ വരേണ്ടത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കണം. റൈറ്റ് സൈഡ് എപ്പോഴും ഫേസ് ആയിരിക്കണം, ലെഫ്റ്റ് സൈഡ് എപ്പോഴും ന്യൂട്രൽ ആയിരിക്കണം. അതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡായ രീതി വരുന്നത്. ഇനി നമുക്ക് നോക്കി അറിയാൻ പറ്റും. കണ്ടോ, അതിൻ്റെ മാർക്കിങ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവും. എന്ന് മാർക്ക് ചെയ്യുന്നത് ഫേസാണ് വരുന്നത്. എന്ന് മാർക്ക് ചെയ്തത് ന്യൂട്രലാണ് വരുന്നത്. പിന്നെ അതിനുശേഷം എന്ന് മാർക്ക് ചെയ്തതിന് ശേഷം എർത്തിൻ്റെ സിമ്പിൾ ഉണ്ടെങ്കിൽ എർത്തായിട്ടാണ് അത് കണക്കാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ കൊടുത്തിരിക്കുന്നത് നമുക്കൊരു TV വരുന്ന സ്ഥലത്താണ് നമ്മളിത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ സ്വിച്ചിൽ തന്നെ നമ്മുടെ സെറ്റ് ഓഫ് ബോക്സ്, TV അല്ലെങ്കിൽ ഹോം തിയേറ്റർ കാര്യങ്ങളുണ്ടെങ്കിൽ ഹോം തിയേറ്റർ അതെല്ലാം കൂടി ഒന്നിച്ച് ഓൺ ആവുന്നതിന് വേണ്ടിയിട്ട് ഒറ്റ സ്വിച്ചിൽ തന്നെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഇത് ഗോൾഡ് മെഡലിൻ്റെ ബോക്സാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഗോൾഡ് മെഡലിൻ്റെ പ്ലേറ്റാണ് വെച്ചിരിക്കുന്നത്. ഇത്തിരി കോസ്റ്റ്ലിയാണ്. മൈറീസ് എന്ന് പറയുന്ന കമ്പനിയുടെ മോഡലാണ് വെച്ചിരിക്കുന്നത്. കാരണം അതിൻ്റെ പ്ലേറ്റ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. മെറ്റലാണ് വന്നിരിക്കുന്നത്. മെറ്റൽ പ്ലേറ്റ്, ഹൈലി ഹാർഡാണ് മെറ്റലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും. 6 മോഡ്യൂളിൻ്റെ ബോക്സാണ് ഈ കാണിച്ചിരിക്കുന്നത്. 6 മോഡ്യൂളിൻ്റെ ബോക്സ് ആണെങ്കിലും 2 സൈഡിൽ 2 ഗ്യാപ്പ് കിടക്കുന്നുണ്ട്. അത് ലെഗ്രാൻഡിൻ്റെ ഒരു മോഡലിൻ്റെ പ്രത്യേകതയാണ്. അതായത് 6 മോഡ്യൂളിൻ്റെ വരുന്നതിന് നമ്മൾ പ്ലഗ് ഇടുന്ന സോക്കറ്റ് ഇടുമ്പോൾ 2 സൈഡും ഫ്രീ ആക്കിയിട്ട് വേണം ഇടാനായിട്ട്. ഭാവിയിൽ നമുക്ക് വേണമെങ്കിൽ ഈ 6 മോഡ്യൂൾ വേണമെങ്കിൽ 8 മോഡ്യൂളായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഈ ഇപ്പുറത്തും അപ്പുറത്തും ഒരേ 1 വേ സ്വിച്ചുകൾ, അല്ലെങ്കിൽ ഇത് ഒന്ന് നീക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് 4 പ്ലഗ് സോക്കറ്റ് യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും മടിക്കരുത്, ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.